രണ്ട് കണ്ണും കൂർപ്പിച്ച് തന്നെയാണ് ഇന്ത്യ അവിടുത്തെ പ്രശ്നങ്ങളെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതായും ക്ഷേത്രങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും അവസ്ഥയിൽ ആശങ്കയുണ്ടെന്നുമാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാർലമെന്റിൽ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ തന്നെ ബംഗ്ലാദേശിൽ കലാപകാരികൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അക്രമാസക്തരായി ന്യൂനപക്ഷങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും വീടുകൾ തകർക്കുകയും പൊളിച്ചടുക്കുകയും തീവയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. നിരവധി ആളുകളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഖുൽന ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർപൂരിലെ ഇസ്കോൺ ക്ഷേത്രം കലാപകാരികൾ കത്തിച്ചു കളഞ്ഞു. ഇതോടൊപ്പം ജഗന്നാഥൻ, ബലദേവ്, സുഭദ്രാദേവി എന്നിവരുൾപ്പെടെയുള്ള ദേവതകളുടെ വിഗ്രഹങ്ങളും അഗ്നിക്കിരയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ മനസ്ഥിതി എത്രത്തോളം വൈകൃതമാണെന്നും മനസ്സിലെന്തൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇതിലൂടെ വ്യക്തമാവുകയാണ്. അതിനുള്ള സൂചനയായി തന്നെ ഇത് മാറുന്നു. തിങ്കളാഴ്ച രാജ്യത്ത് അക്രമാസക്തമായ പ്രതിഷേധം ശക്തമായി ക്ഷേത്രത്തിൽ നിരവധി ആളുകൾ അഭയം തേടിയ ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ ഉൾപ്പെടെ കത്തിച്ചത്. ഒരു കാളി ക്ഷേത്രം ഉൾപ്പെടെ ഡസൻ കണക്കിന് ഹിന്ദു വീടുകളും ക്ഷേത്രങ്ങളുമാണ് പ്രക്ഷോഭകാരികൾ നശിപ്പിച്ചു കളഞ്ഞത്. 2 ഹിന്ദു കൗൺസിലർമാർ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ സംവരണത്തിനെതിരെ ആരംഭിച്ച പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ രാജിക്ക് ശേഷം അതിൻ്റെ ചൂടിപ്പോൾ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരെ ഉള്ള ഒരു അക്രമമായി, അവരെ കൊന്നൊടുക്കാനുള്ള മാർഗമായി മാറിയിരിക്കുന്നു. റിപ്പോർട്ടുകൾ ലഭിക്കുന്നതനുസരിച്ച് അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുവെന്നും നിരവധി വീടുകൾക്ക് നേരെയുള്ള ആക്രമണം വ്യക്തിപരമായ ആക്രമണമായി മാറുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു വംശത്തെ തന്നെ കൊന്നൊടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഈ വിഷയത്തിൽ പ്രമുഖരടക്കം പ്രതികരിക്കുന്നു. അതിൽ ഒരാളാണ് ബോളിവുഡ് നടൻ കൂടിയായിട്ടുള്ള സോനു സൂദ്. ഒരു ബംഗാളി സ്ത്രീയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സോനു സൂദ് ഇക്കാര്യം പറയുന്നത്. അവർ തന്റെ വേദന വിവരിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ എങ്ങനെയാണ് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതെന്ന് തുറന്നു പറയുന്നു. തന്റെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നാണ് സോനു സൂദ് പറയുന്ന കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സഹ ഇന്ത്യക്കാരെ ബംഗ്ലാദേശിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും അതിലൂടെ അവർക്കിവിടെ നല്ലൊരു ജീവിതം ലഭിക്കുമെന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പരമാവധി ചെയ്യുന്ന നമ്മുടെ സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ടാണ് സോനു സൂദ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം ധാക്കയിലെ ധൻമോണ്ടിയിലുള്ള ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ നശിപ്പിച്ചതിൻ്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. അത് ഏവരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് അത് സ്വതന്ത്രമാകാൻ എല്ലാവിധ സഹായവും കയ്യേഞ്ഞ് സഹായിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അവർക്ക് നേരെ അവരുടെ പേരിലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം കത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. തകർക്കപ്പെട്ട സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പല ചിത്രങ്ങളും ഇപ്പോൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. കറുത്ത പുക കൊണ്ട് നിറം മങ്ങിയ കെട്ടിടത്തിന്റെ പുറംഭാഗവും ഒപ്പം തന്നെ അവിടെ ഇന്ദിരാഗാന്ധി എന്ന് എഴുതിയിരിക്കുന്ന ഫലകങ്ങൾ പൂർണ്ണമായും കാണാൻ കഴിയാത്ത രീതിയിലുമാണ് കാണപ്പെട്ടിരിക്കുന്നത്. തീപിടുത്തത്തിൽ നിരവധി പുസ്തകങ്ങളും മറ്റും കത്തി നശിച്ചതായി കാണിക്കുന്നുണ്ട്. കലാപകാരികളെന്ന് സംശയിക്കുന്ന നിരവധി ആളുകൾ കേന്ദ്രത്തിനുള്ളിലും സമീപത്തുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ദൃശ്യങ്ങളും ലഭ്യമാകുന്നുണ്ട്. 2010 മാർച്ച് മാസത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ കേന്ദ്രത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി സാംസ്കാരിക ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചു പോന്നിരുന്നു. ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ഗുരുക്കന്മാരും പ്രൊഫഷണലുകളും നൃത്ത പരിശീലകരും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന യോഗയും ഹിന്ദി, ഇന്ത്യൻ ക്ലാസിക്കൽ, വോക്കൽ മ്യൂസിക്, കഥക് തുടങ്ങി നിരവധി പരിപാടികൾ തന്നെയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഓഫ് ഇന്ത്യയുടെ സാംസ്കാരിക കേന്ദ്രമായ സെന്ററിൽ ഇന്ത്യൻ കല, സംസ്കാരം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം, ഫിക്ഷൻ എന്നീ മേഖലകളിൽ 21,000-ലധികം പുസ്തകങ്ങളുള്ള ഒരു വലിയ ലൈബ്രറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മുഴുവനും കലാപകാരികൾ തീവെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്.